നേരത്തെ പത്രങ്ങളിലൂടെ വിശദമായി വിനോദ് കടന്നുപോയി. നമുക്കിനി സോഷ്യൽ മീഡിയയിൽ മറ്റ് മാധ്യമങ്ങളിൽ എന്താണ് ഓരോന്നും ഇങ്ങനെ വൈറലായി നിൽക്കുന്നത്, അവരെന്താണ് പറയുന്നതെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം ആദ്യ കാഴ്ച എവിടെ നിന്നാണ് വരുന്നത് എന്ന്. കർണാടക കോൺഗ്രസ് ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ് ദ റീനെയിമിംഗ് ഓഫ് രാമനഗര. അത് ആ ഒരു രാമനഗര എന്ന് പറയുന്ന സ്ഥലം, അതിന് ബംഗളൂരു സൗത്ത് ഡിസ്ട്രിക്റ്റ് എന്ന പേര് മാറ്റാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് BJP ശക്തമായി എതിർത്തിട്ടുണ്ട്. കാരണം ഇത് ഒരു നയം എന്ന രീതിയിൽ അത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു നയം മാറ്റം അല്ലേ? കാരണം എന്താണ് ശ്രീരാമനോടുള്ള നയം എന്നുകൂടി, ഹൈന്ദവരോട് എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലെല്ലാം BJP ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുമുണ്ട്. കാരണം BJP NP കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് ഈസ് ബിസി സ്പ്രെഡിംഗ് ദി പോയിസൺ ഓഫ് കമ്മ്യൂണലിസം. ദേ ഈവൻ ചേഞ്ച് ദി നെയിംസ് ഓഫ് ലൊക്കാലിറ്റീസ് വേർ റാംസ് നെയിം ഈസ് പ്രസന്റ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. രാമൻ എന്ന നാമം എവിടെയുണ്ടോ അവിടെ നിന്നെല്ലാം തുടച്ചു നിൽക്കുന്ന ഒരു സമ്പ്രദായം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു എന്ന കൃത്യമായ ഒരു നിരീക്ഷണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നതും കൂടി എടുത്ത് പറയുന്നത്. ഒരു പേര് മാറ്റം എന്നാണ് ഭാരതീയതയിലേക്ക്, നമ്മൾ ദേശീയതയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഇതൊക്കെ ചേർത്ത് നിർത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത്. ഇനി മറ്റൊരു ട്വീറ്റും കൂടി ശ്രദ്ധിക്കാനുള്ളത്. ഇത് ചിത്രങ്ങൾ കഥ പറയുക എന്ന് പറയുന്നത്. നെതന്യാഹുവും ട്രംപും ചേർന്ന് നിൽക്കുന്ന ഈ ചിത്രം കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. നെതന്യാഹു കണ്ടിരുന്നു ട്രംപിനെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ട്രംപ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളുമൊക്കെ ശ്രദ്ധേയം ആയിട്ട് നോക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടതുണ്ട്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകാതിരിക്കണമെങ്കിൽ അത് അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതും ഈ കൂട്ടായ്മയുമൊക്കെ നമുക്ക് കൂടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ നമുക്കതിൽ നിന്ന് വ്യക്തവുമാണ്. കൂട്ടുചേരലുകൾ എങ്ങനെയാകും പരിഗണിക്കപ്പെടുക എന്നുള്ളതൊക്കെ. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം മുൻ കോൺഗ്രസ് MP റഷീദ് അൽവി പറഞ്ഞൊരു വിവാദപരമായ ഒരു പ്രസ്താവനയുണ്ട്. കാർഗിൽ ഈസ് എ തിങ് ടു ബി സെലിബ്രേറ്റഡ്, ഇറ്റ്സ് ഓൺലി ദി NDA വിച്ച് മേ സെലിബ്രേറ്റ് എന്നാണ്. വീണ, മനസ്സിലാവാത്ത കാര്യം എന്തുകൊണ്ടാണ് ഈ സൈനികർക്കെതിരെ, അല്ലെങ്കിൽ കാർഗിൽ ദിവസം എന്ന് പറയുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. ഇതിൽ എന്ത് രാഷ്ട്രീയമാണ് കാണാൻ സാധിക്കുന്നതെന്ന് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കോൺഗ്രസിന്, കമ്മ്യൂണിസ്റ്റിന് മറ്റൊരു ദിവസം, അല്ലെങ്കിൽ കോൺഗ്രസിന് മറ്റൊരു ദിവസം, NDAക്ക് ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമാണോ? നമ്മൾ ഭാരതീയർക്കെല്ലാം വേണ്ടി സൈനികർ 527ഓളം സൈനികർ ജീവത്യാഗം ചെയ്തൊരു സംഭവമാണ്. ഇതിൽ എങ്ങനെ രാഷ്ട്രീയം കാണാൻ സാധിക്കുന്നു? കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു CPMന്റെ ഇതിലുള്ള നിലപാട്. ഇതിൽ താഴെ പറയുന്നു, ദിസ് ഇസ് ഹൗ ദ കോൺഗ്രസ് പുട്സ് പാർട്ടി ബിഫോർ ദ നേഷൻ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇത്തരം കമൻറ്റുകളിലൂടെയാണ് ഒരു പക്ഷേ ഒരു നിലപാട് ഒരു പാർട്ടി വ്യക്തമാക്കുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് പ്രേക്ഷകർക്ക് വിടുന്ന, അല്ലെങ്കിൽ നമുക്ക് യാതൊന്നും പറയാനില്ല. കാരണം ഇതിലൂടെ തന്നെ, അവരുടെ പ്രസ്താവനയിലൂടെ തന്നെ അവരുടെ നിലപാട് കൃത്യമായി അവർ വ്യക്തമാക്കി കഴിയുന്ന. തീർച്ചയായിട്ടും.